ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡ്. MCX മാർക്കറ്റിൽ സിൽവറിലെയും ഗോൾഡിൻ്റെയും മൊമെൻ്റാണ് ഞാൻ കാണിക്കുന്നത്. അതും 5 മിനിറ്റ്സിലെ ചാർട്ടാണ്, 5 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡാണ്. മോർണിംഗിൽ നല്ലൊരു ബൈ ഇൻഡിക്കേഷൻ ഗോൾഡിനും സിൽവറിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്രോക്സിമേറ്റ് 1 മണിക്ക് ശേഷം മാർക്കറ്റ് നല്ലൊരു സൈഡ് വേസ് ആണ്. ഇതുവരെ ട്രേഡൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ അവിടെ സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് വേസ് തിരിച്ചറിയാൻ എളുപ്പമാണ്. ട്രെൻഡിങ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് പോകുന്ന ബ്രേക്ക്ഔട്ട് ഏത് ലെവലിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ സോഫ്റ്റിൽ ലേറ്റസ്റ്റ് സൊല്യൂഷനിൽ എളുപ്പമാണ്. ഇപ്പോൾ സ്കാൽപ്പിംഗ് ആകുമ്പോൾ ഒരുപാട് എൻട്രി വരും, എല്ലാം സക്സസ് ആവത്തില്ല. അതിൽ ഫേക്ക് എൻട്രി തിരിച്ചറിയുന്ന വിധവും നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രികൾ നമ്മുടെ സോഫ്റ്റിൽ നമുക്ക് ഇന്നത്തെ കാണിച്ച ട്രേഡാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 25 ഫെബ്രുവരിയിലെ ട്രേഡാണ്. പിന്നെ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് നല്ലൊരു അപ് ട്രെൻഡ് 10 മണിക്ക് ശേഷം മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയി, നല്ല ഹൈക്കായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി. ഡൗണിലേക്ക് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 12 ഇറങ്ങിയ ശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി. പക്ഷേ ഡൗൺ ഒരുപാട് നമുക്ക് ഇറങ്ങാൻ തിരിച്ച് പിന്നെയും കയറി. ഇപ്പം 2:30 ശേഷം മാർക്കറ്റ് ഒരു ബൈ തന്നിട്ടുണ്ട്, പക്ഷേ വലിയൊരു സ്ട്രോങ് ബൈ അല്ല. അവിടെ നമുക്ക് 15 മിനിറ്റ്സിൽ അവിടെ കറക്റ്റായിട്ട് അവിടെ ബൈ തന്നെ ഹോൾഡ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ 15-ലെ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. 50-ലെ ട്രേഡ് നോക്കിയാണ് നമുക്ക് ബൈ ഇൻഡിക്കേഷൻ തന്നത്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് 9:43 അവിടെ സിഗ്നൽ വന്നപ്പോൾ കറക്റ്റ് കൺഫേംഡ് ആയി. താഴത്തെ കൺഫർമേഷൻ ബാറും ക്യാൻഡിൽ കളറും കൺഫേം ആയി മാർക്കറ്റ് കയറി. ഇപ്പം 461 പോയിന്റോളം അപ് ട്രെൻഡിൽ കയറി നിൽക്കണം. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ തിരിച്ച് മാർക്കറ്റ് 1 മിനിറ്റിൽ ബിയറിഷ് കാണിക്കാൻ തിരിച്ചിറങ്ങാൻ നോക്കുന്നുണ്ട്. റെസിസ്റ്റൻസിന് അവിടെ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്നു. അപ്പോൾ സോഫ്റ്റ് അവിടെ നമുക്ക് ഇവിടെ റിവേഴ്സിൽ കാണിച്ചത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റിൽ ഫസ്റ്റ് ടാർഗറ്റിൽ കിട്ടാൻ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് മതിയെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്ത് പോകാം. അതേപോലെ ഇന്നലത്തെ ട്രേഡും അങ്ങനെയായിരുന്നു. നമുക്ക് മോർണിംഗിൽ സെല്ല് വന്ന് കൺഫേം ആവാതെ കുറേ നേരം നിന്ന് അപ്രോക്സിമേറ്റ് നമുക്ക് ഈവനിങ് ടൈമിലാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. അത് നല്ലൊരു ഡൗൺ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ആയിരുന്നു. കറക്റ്റ് ലെവൽ അപ്രോക്സിമേറ്റ് ഒരു 5:30 കഴിഞ്ഞ ശേഷമാണ് ആ ബ്രേക്ക്ഔട്ട് പോയിരിക്കുന്നത്. അവിടെ നല്ല രീതിക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് അവിടെ സൈഡ് വേസ് എക്സ്ട്രാ കളർ വഴി കാണിച്ചു തന്നു. കറക്റ്റ് ബ്രേക്ക്ഔട്ടിൽ നമുക്ക് അവിടെ കറക്റ്റ് ലെവൽ കൺഫേം കിട്ടി. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് കൺഫർമേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് റെഡിൻ്റെ അതായത് സെൽ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ക്യാൻഡിൽ കളർ റെഡും താഴത്തെ കൺഫർമേഷൻ ബാർ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ കൺഫർമേഷൻ ബാറിൻ്റെ ലെവൽ നമുക്കവിടെ ഓക്കെ ആകണം. ഇവിടെ സെല്ല് വന്ന സമയത്ത് താഴെ ഗ്രീൻ ആയിരുന്നു. ഇവിടെ നമുക്ക് കൺഫർമേഷൻ എക്സ്ട്രാ കളർ കാണിച്ചിരുന്നു. റെഡിലേക്ക് വന്ന സമയത്ത് താഴെ ഓൾറെഡി റെഡ് ഉണ്ട്. സപ്പോർട്ട് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ഈ സെക്കൻഡ് ക്യാൻഡിൽ എടുക്കാം. കാരണം സപ്പോർട്ട് നമുക്കവിടെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് താഴ്ത്തിറങ്ങി നല്ല ഡൗൺ ആയിരുന്നു. അതേപോലെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ബൈ ഇൻഡിക്കേഷനാണ്. അവിടെ മേലെ കൊടുത്തിട്ടുണ്ട് എൻട്രി പോയിന്റും ടാർഗറ്റും. ഇപ്പോൾ സിഗ്നൽ വരുമ്പോൾ കൺഫേം ആണോ ചെക്ക് ചെയ്യണം. ക്യാൻഡിൽ ഗ്രീൻ വരണം, താഴത്തെ ഗ്രീൻ വേണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ട്രേഡ് എടുക്കാം. അത് കൺഫേം അല്ലെങ്കിൽ ട്രേഡ് എടുക്കണ്ട. അപ്പോൾ ഇന്നത്തെ സ്കാൽപ്പിങ്ങിൽ വന്ന എൻട്രി പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് തലേദിവസം വന്നതിന് കണ്ടിന്യൂവേഷൻ പോയി. കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമുക്കിവിടെ ബൈ ഇവിടെ തലേ ദിവസം സിഗ്നലിലും നമുക്ക് ഹോൾഡ് ചെയ്തെടുക്കുക ഇവിടെ പ്രോഫിറ്റ് ഉള്ളൂ. അല്ലാത്തവർക്ക് നമുക്കിവിടെ റിട്ടേൺ ഇല്ല. കാരണം ഓൾറെഡി കയറിയിട്ട് ഓപ്പൺ ആയിരിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇപ്പോൾ ഇത് റിട്രേസ്മെൻ്റ് ആണ്. ഈ ലൈൻ റെഡായി തിരിച്ച് ഇവിടുന്ന് ഒരു ബ്രേക്ക്ഔട്ട് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് ഉടനെ ഇപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കാം. അവിടെ അപ്രോക്സിമേറ്റ് ആ സമയത്ത് 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ബ്രേക്ക്ഔട്ട് നല്ല ബ്രേക്ക്ഔട്ട് പോയിരിക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പം കുറേ നേരമായിട്ട് സൈഡ് വേസ് ആണ് മാർക്കറ്റ് അതായത് വ്യത്യസ്ത കളർ ഇവിടെ കാണിച്ച് നിൽക്കുന്നു. അവിടെ ഗോൾഡിൽ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ അവിടെ ബൈ ആണ്. പക്ഷേ ഇപ്പോൾ സൈഡ് വേസ് ആണ്, തിരിച്ചിറങ്ങാൻ നോക്കുന്നു. അവിടെ എക്സ്ട്രാ കളർ കാണിച്ച് അവിടെ അങ്ങനെ മാർക്കറ്റ് നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്ത് വിടാൻ സോഫ്റ്റ്വെയർ അവിടെ പറയുന്നുണ്ട്. കാരണം നമുക്കവിടെ ഇവിടെ 1 മിനിറ്റിലും 5 മിനിറ്റ്സിലും 50 മിനിറ്റ്സിലേക്കൊക്കെ ബിയറിഷ് വന്നു. അപ്പോൾ ഇവിടെ ഡൗണിൻ്റെ ചാൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ സിൽവറിലാണെങ്കിലും സിൽവറിൽ നോക്കുമ്പോൾ നമുക്ക് രാവിലത്തെ മോർണിംഗ് ഇൻഡിക്കേഷൻ നമുക്ക് നല്ലൊരു ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം പിന്നീട് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിപ്പോയി. ഇപ്പോൾ സൈഡ് വേസ് ആണ്. ഇപ്പോൾ കുറേ നേരമായിട്ട് സൈഡ് വേസ് ആണ്. പക്ഷേ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് 2 ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൈഡ് വേസ് ആണ്. കാരണം റിസ്കി ട്രേഡ് ആണ്. കാരണം ഇതിന് മുമ്പ് കാണിച്ച സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ പോലെ അല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് എക്സ്ട്രാ കളർ അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ഡൗണിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട്, അതായത് സ്ട്രോങ് ഡൗണിലേക്ക് ചാൻസ് അതായത് കുറവാണ്. നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ സ്കാൽപ്പിംഗ് അതായത് ചെറിയ പോയിന്റിൽ നമ്മൾ ട്രേഡ് എടുത്ത് പെട്ടെന്ന് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് അവിടെ എടുക്കേണ്ട.
പക്ഷേ നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ റിസ്കി ട്രേഡ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് എക്സ്ട്രാക്കൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഗോൾഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡിലും നമുക്കൊരു സെല്ലോ ബൈയോ ഇവിടെ തന്നിട്ടില്ല, ഇവിടെ നമുക്കൊരു ഇൻഡിക്കേഷൻ ഇല്ല, സോഫ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ 15-ലാണെങ്കിൽ അവിടെ ഇപ്പോൾ എക്സ്ട്രാക്കൾ കാണിച്ചിട്ടുണ്ട്. അവിടെ 1 മിനിറ്റിൽ നമുക്ക് റിവേഴ്സ് പോകുന്ന സമയത്തെ 1 മിനിറ്റിൽ അവിടെ ബിയറിഷ് കാണിച്ചു. അപ്പോൾ ഇത്രയും ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. ഇത്രയും നമുക്ക് ലോസ് വരത്തില്ല. അതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആ റിവേഴ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ ട്രെൻഡ് ചേഞ്ച് ആയത് നമുക്ക് ഈ സൈഡ് വേസിൽ ഇവിടെ കാണിച്ചു തരും 1 മിനിറ്റിൽ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.